യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഈ പ്രഭാതത്തിൽ ഉണർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം നേടണമെങ്കിൽ നമ്മൾ വില കൊടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ തീർച്ചയായിട്ടും വില കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കും, ഉറപ്പാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ എക്സ്ട്രാ അനുഗ്രഹം പ്രാപിക്കാനുള്ളൊരു മാർഗ്ഗം അച്ഛൻ പറഞ്ഞു തരാം. ഈ വചനം നിൻ്റെ ഫ്രണ്ട്സിനൊക്കെ നീ അയച്ചു കൊടുക്കണം. അവരത് കേൾക്കും, അവരത് വായിക്കും. അപ്പോൾ എന്തു ചെയ്യും? നീ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കും. അതുപോലെ പറ്റുമെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസായിട്ടും ഈ വീഡിയോ ഇടുകയാണെങ്കിൽ അത്രയും പേരിലേക്ക് എത്തുകയും ചെയ്യും. ഏതായാലും ഈ വചനജ്വാല ശുശ്രൂഷയിലൂടെ ഇന്ന് അച്ഛൻ പങ്കുവയ്ക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തം എങ്ങനെ നിങ്ങൾ നിറവേറും, അല്ലെങ്കിൽ ഒത്തിരി വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനം നിനക്ക് എങ്ങനെ ലഭിക്കാൻ സാധിക്കും? ദൈവത്തിൻ്റെ വാഗ്ദാനവും അനുഗ്രഹവും എനിക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ചില കാര്യം ചെയ്യണം. അങ്ങനെ എൻ്റെ ഭാഗത്ത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ചെയ്യും. ഈ ഒരു കാര്യമാണ് പറയുന്നത് 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: എൻ്റെ നാമം വരുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗ്ഗം പിന്തിരികയും ചെയ്താൽ. അതായത് ഈ 3 കാര്യം ചെയ്തു കഴിയുമ്പോൾ, ഒന്നോടെ ചിന്തിച്ച് ചെയ്താൽ ഈ 3 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, നമ്മെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. രണ്ടാമത്, ഞാൻ അനുഗ്രഹം ഭാവിക്കാൻ ദൈവം പറയുന്ന മാർഗ്ഗം എന്ന് പറയുന്നത്, എൻ്റെ ദുർമാർഗ്ഗം ഞാൻ പിന്തിരിയണം. പാപത്തിൽ നിന്നും പാപകര അവസ്ഥയിൽ നിന്നും ഞാൻ പിന്തിരിയണം. പ്രിയമുള്ളവരെ, അങ്ങനെ പിന്തിരിഞ്ഞ് എളിമപ്പെടുത്തി പ്രാർത്ഥിച്ച് ദൈവത്തെ അന്വേഷിച്ചാൽ തമ്പുരാൻ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? അവൻ്റെ വാഗ്ദത്തം ഉറപ്പിക്കുകയാണ്. ഞാനങ്ങനെ ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ദൈവത്തെ അന്വേഷിച്ച് പാപത്തിന് പിന്തിരിഞ്ഞുകൊണ്ട് എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം തരുന്ന വാഗ്ദാനം എന്താ? സ്വർഗത്തിൽ നിന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട്, അപ്പോൾ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേൾക്കും, പാപങ്ങൾ ക്ഷമിക്കും, ദേശം സമ്പുഷ്ടമാവുകയും ചെയ്യും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം തന്ന 3 വഴികൾ ഞാൻ ചെയ്തു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് ചെയ്യുന്ന 3 കാര്യങ്ങൾ, അതാണ് ദൈവം പറഞ്ഞത്. പ്രാർത്ഥന കേൾക്കുന്നു, പാപങ്ങൾ ക്ഷമിക്കുന്നു, സമത്വമായി അനുഗ്രഹം പ്രാപിക്കുന്നു. എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും കർത്താവ് സമത്വമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമത്വമായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.